ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അധ്യായമാണ് ഇത്. ഒരു പ്രാവശ്യം ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആര്? ഉത്തരം പിലാത്തോസ് എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം: ആരുടെ ബലികളിലാണ് പിലാത്തോസ് അവരുടെ രക്തം കൂടി കലർത്തിയത്? ഗലീലയക്കാരായ ഏതാനും പേരുടെ. മൂന്നാമത്തെ ചോദ്യം: ഏത് ഗോപുരം ഇടിഞ്ഞു വീണാണ് 18 പേർ മരണമടഞ്ഞത്? ഉത്തരം സിലോഹായിലെ. നാലാമത്തെ ചോദ്യം: അത്തിവൃക്ഷത്തിൻ്റെ ഉടമ എത്ര വർഷം അന്വേഷിച്ചതിന് ശേഷമാണ് വൃക്ഷം വെട്ടിക്കളയാൻ ജോലിക്കാരനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം 3 വർഷം. അഞ്ചാമത്തെ ചോദ്യം: എത്ര കാലം കൂടി കാത്തിരിക്കണമെന്നാണ് ജോലിക്കാരൻ അത്തിവൃക്ഷത്തിൻ്റെ ഉടമയോട് പറഞ്ഞത്? 1 വർഷം എന്നതാണ് ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം: ഒരാത്മാവ് ബാധിച്ച് നിവർന്നു നിൽക്കാൻ കഴിയാത്ത കൂനുള്ള സ്ത്രീ സുഖപ്പെട്ടത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? ഉത്തരം 18 വർഷം. 7. കൂനുള്ള സ്ത്രീ ആരുടെ മകളാണെന്നാണ് യേശു പറയുന്നത്? ഉത്തരം അബ്രഹാത്തിൻ്റെ. എട്ടാമത്തെ ചോദ്യം: ദൈവരാജ്യം എന്തിനോടാണ് കർത്താവ് ഉപമിക്കുന്നത്? ഉത്തരം കടുക് മണിയും പുളിമാവും. ഒൻപതാമത്തെ ചോദ്യം: പട്ടണങ്ങളിലും നഗരങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ എവിടേക്കാണ് യാത്ര ചെയ്തത്? ഉത്തരം ജെറുസലേമിലേക്ക്. 10. ആരെല്ലാം ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് കാണുമ്പോഴാണ് നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും എന്ന് യേശു പറയുന്നത്? ഉത്തരം അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. 11-ാമത്തെ ചോദ്യം: കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് എവിടെയാണ് വിരുന്നിനിരിക്കുക? ഉത്തരം ദൈവരാജ്യത്തിൽ. 12-ാമത്തെ ചോദ്യം: ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങൾ ഉണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക എന്ന് പറഞ്ഞത് ആര്? ഉത്തരം സിനഗോഗധികാരി. 13. ഞാൻ അതിൻ്റെ ചൂട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളയുക, ഇത് പറഞ്ഞത് ആര്? ഉത്തരം കൃഷിക്കാരൻ. 14. ഇവിടെ നിന്നും പോവുക, ഹെരോദോസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു, ഇത് പറഞ്ഞത് ആര്? ഫരിസയർ എന്നതാണ് ശരിയായ ഉത്തരം. 15. യേശു ഹെരോദോസിനെ വിശേഷിപ്പിക്കുന്നത് എന്ത്? കുറുക്കൻ എന്നാണ് യേശു ഹെരോദോസിനെ വിശേഷിപ്പിക്കുന്നത്. 16. പ്രവാചകരെ കൊല്ലുകയും അടുത്തേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്ന നഗരമേത്? ഉത്തരം ജെറുസലേം എന്നതാണ്. 17. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതു പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല, വചനമേത്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നതാണ് ശരിയായ ഉത്തരം. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായം 15 പ്രകാരം കർത്താവ് സിനഗോഗ് അധികാരിയെ ശകാരിക്കുന്നത് എങ്ങനെ? കപട നാട്യക്കാരെ എന്ന് വിളിച്ചാണ് യേശു സിനഗോഗ് അധികാരിയെ ശാസിക്കുന്നത്.